എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കീം 2024 അഡ്മിഷനുമായി ബന്ധപ്പെട്ട് BVSC കോഴ്സിലേക്ക്, അതായത് വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസസ് കോഴ്സുകളിലേക്കുള്ള 2 ഒഴിവുള്ള സീറ്റുകളിലേക്ക് സ്പെഷ്യൽ സ്റ്റേ വേക്കൻസി അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ആ ഒരു 2 വേക്കൻസിയിലേക്കാണ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത്, അതായത് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ce.kerala.gov.in എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കീം 2024 കാൻഡിഡേറ്റ് പോർട്ടൽ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അലോട്ട്മെൻറ്റ് ലിസ്റ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് അടുത്ത പേജിൽ ഈ ഒരു സ്പെഷ്യൽ സ്റ്റേ വേക്കൻസി ഫില്ലിംഗ് അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ലിങ്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് വിദ്യാർത്ഥികൾക്ക്, അതായത് ഇതുപോലെയല്ല, ഇത് ജസ്റ്റ് റാങ്ക് ലിസ്റ്റിൻ്റെ പേജാണ്. ഇവിടെ അലോട്ട്മെൻറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. ഇവിടെ നിങ്ങൾക്ക് സ്പെഷ്യൽ സ്റ്റേ വേക്കൻസി ഫില്ലിംഗ് അലോട്ട്മെൻറ്റ് BVSC കോഴ്സസ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലിങ്ക് കാണാം. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് പിന്നീട് ഒരു PDF നിങ്ങൾക്ക് ഫോണിലേക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ 2 വിദ്യാർത്ഥികൾക്കാണ് ഈ ഒരു അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു 2 വിദ്യാർത്ഥികൾ നിങ്ങൾ ഉൾപ്പെടുന്നുണ്ടെങ്കിൽ ഇന്ന് വൈകുന്നേരത്തിനകം വിദ്യാർത്ഥികൾ പോയിട്ട് അഡ്മിഷൻ നേടാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് ഇന്ന് വൈകുന്നേരം 4 മണിക്കകം പോയിട്ട് അഡ്മിഷൻ നേടുക. കോളേജ് ഓഫ് വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് വയനാട്, ആ ഒരു കോളേജിലാണ് 2 വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത്. അതായത് ഈ ഒരു സ്റ്റേ വേക്കൻസി അലോട്ട്മെൻറ്റ് പ്രകാരം അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത്. സീറ്റ് ടൈപ്പ് സ്റ്റേറ്റ് മെറിറ്റും അതുപോലെ തന്നെ DV, അതായത് D വരെ ആ ഒരു വേക്കൻസിയിലുള്ള ഒഴിവുമാണുള്ളത്. ഒഴിവല്ല, ജസ്റ്റ് അതിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോയും ഡാറ്റാ ഷീറ്റും ഡൗൺലോഡ് ചെയ്ത് എടുത്ത് പ്രിൻ്റ് എടുത്ത ശേഷം മറ്റ് ഡോക്യുമെൻറ്റുകളുമായിട്ട് ഇന്ന് വൈകുന്നേരം 4 മണിക്കകം വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ പോയിട്ട് അഡ്മിഷൻ നേടാവുന്നതാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള നോട്ടിഫിക്കേഷൻ വെബ്സൈറ്റിൽ ഓൾറെഡി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സർക്കുലർ പ്രകാരം പറഞ്ഞിട്ടുള്ളത്, അതായത് ഈ ഒരു മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് കോഴ്സസിലേക്കുള്ള സ്റ്റേ വേക്കൻസി, അതായത് ഫസ്റ്റ് സ്റ്റേ വേക്കൻസി അലോട്ട്മെൻറ്റ് റൗണ്ട് 12-ാം തീയതി നടന്നിട്ടുണ്ടായിരുന്നു, അത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കോളേജ് ഓഫ് വെറ്റിനറി സയൻസ് പൂക്കോട് ഹാസ് റിപ്പോർട്ടഡ് 2 വേക്കൻസീസ് ആഫ്റ്റർ ദ കംപ്ലീഷൻ ഓഫ് ഫസ്റ്റ് റൗണ്ട് സ്റ്റേ വേക്കൻസി അലോട്ട്മെൻറ്റ് പ്രൊസീജിയർ. അതായത് ഈ ഒരു പൂക്കോടുള്ള വെറ്റിനറി സയൻസ് കോളേജ് ഈ ഒരു ഫസ്റ്റ് സ്റ്റേ വേക്കൻസി അലോട്ട്മെൻറ്റിന് ശേഷം 2 സീറ്റുകൾ ഒഴിവുള്ളതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു അഡ്മിഷൻ ക്ലോസിംഗ് ഡേറ്റ് ആയിട്ടുള്ള, അതായത് BVSC ആൻഡ് AH കോഴ്സസിലേക്കുള്ള ആ ഒരു സീറ്റ് ഫില്ലിംഗ് അലോട്ട്മെൻറ്റ്, അതായത് 15-ാം തീയതിയാണ് ഈ ഒരു ഫില്ലിംഗ്, അതായത് ഈ ഒരു ക്ലോസിംഗ് ഡേറ്റ് ആയിട്ട് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ സ്പെഷ്യൽ സ്റ്റേ വേക്കൻസി ഫില്ലിംഗ് അലോട്ട്മെൻറ്റ്, അതായത് BVSC ആൻഡ് AH കോഴ്സിലേക്ക് ഈ ഒരു 2 വേക്കൻസി ഉള്ള സീറ്റുകളിലേക്ക്, ഈ ഒരു പൂക്കോടുള്ള സീറ്റിലേക്ക് അലോട്ട്മെൻറ്റ് നടത്തി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അലോട്ട്മെൻറ്റ് മെമ്മോയുടെ പ്രിൻ്റ് ഔട്ട് നിങ്ങളുടെ കാൻഡിഡേറ്റ് പോർട്ടലിൽ നിന്ന് ലോഗിൻ ചെയ്ത് എടുത്ത ശേഷം നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ നിങ്ങൾ 14-ാം തീയതി, അതായത് ഇന്ന് വൈകുന്നേരം 4 മണിക്കകം പോയിട്ട് അഡ്മിഷൻ നേടേണ്ടതാണ്. ഇന്ന് വൈകുന്നേരം 5 മണിക്കകം നിങ്ങൾ അഡ്മിഷൻ നേടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് വെബ്സൈറ്റ് വഴി ഈ ഒരു പരീക്ഷാ കമ്മീഷണറുടെ ആ ഒരു വെബ്സൈറ്റിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് അറിയിക്കുന്നതായിരിക്കും. ഇഫ് ദ അലോട്ടഡ് കാൻഡിഡേറ്റ്സ്, അതായത് നിങ്ങൾ ഈ ഒരു ഇപ്പോൾ 2 വിദ്യാർത്ഥികൾക്കാണ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത്, ആ ഒരു വിദ്യാർത്ഥികൾ ജോയിൻ ചെയ്തിട്ടില്ല, അതായത് ഈ ഒരു ഇന്ന് വൈകുന്നേരം, അത് 14-ാം തീയതി നവംബർ 14-ന് വൈകുന്നേരം 4 മണിക്കുള്ളിൽ അഡ്മിഷൻ നേടിയിട്ടില്ല എങ്കിൽ ഫർദർ അലോട്ട്മെൻറ്റ് വിൽ ബി പബ്ലിഷ്ഡ് ബൈ ദ കമ്മീഷണർ ഫോർ ദ എൻട്രൻസ് എക്സാമിനേഷൻ ടു ഫിൽ ദ വേക്കൻസി ടെസ്റ്റ്. അതായത് പിന്നീട് ആ ഒരു വേക്കൻസിയുള്ള സീറ്റുകൾ ഫില്ല് ചെയ്യാനായിട്ട് കമ്മീഷണർ മറ്റൊരു അലോട്ട്മെൻറ്റ് നടത്തപ്പെടുന്നതായിരിക്കും എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇന്ന് വൈകുന്നേരം വിദ്യാർത്ഥികൾ ഈ ഒരു 4 മണിക്കകം പോയിട്ട് അഡ്മിഷൻ നേടുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.